നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോക്ടർ റാമിന്റെ പുനഃ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രൻ. അറസ്റ്റിൽ സംഭവിച്ച വീഴ്ച സംബന്ധിച്ച് കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെക്സ്റ്റ് ടൈം ജീവൻ ജോർജ് ആണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഞാനത് സൂപ്പർവൈസ് ചെയ്തു. നെക്സ്റ്റ് റീഅറസ്റ്റുള്ള റിക്വസ്റ്റ് കോടതിയിലുണ്ട്. അത് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. നാളെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടുന്നതാണ്. ലീഗൽ ഫോർമാലിറ്റീസ് ഒരുപാടുണ്ടോ ഇതിപ്പോ നടക്കാൻ? ഇല്ല, എല്ലാ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ആ സമയത്ത് പോലീസ് മെൻഷൻ ചെയ്തില്ല എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യുന്നതോടുകൂടിയാണ് ഒരു റീഅറസ്റ്റിന് കൊടുത്തത്. നോക്കാം, അത് ഞങ്ങൾ ഇതിന് ശേഷം കോർട്ടിന് ഒരു ഡയറക്ഷൻ കിട്ടുന്ന ശേഷം അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. ഇത് കഴിഞ്ഞാലും ഒരു പുതിയ ടീം നോക്കുന്ന സ്ഥിതിക്ക് ആദ്യം എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതിന് പുറമെ മറ്റു സ്റ്റേറ്റ്മെന്റ്സ് നോക്കും. എന്തെങ്കിലും ഫർദറായിട്ട് തീർച്ചയായിട്ടും അതിൽ ഏതെങ്കിലും വിട്ടുപോയ ഭാഗങ്ങളുണ്ടെന്നുള്ളത് ആ പുതിയ ടീമിൽ വീണ്ടും മൊഴികളെല്ലാം രേഖപ്പെടുത്തും. മാൻഡേറ്ററി അല്ല, കാരണം അത് പരിശോധിച്ച് നോക്കും. ഏതെങ്കിലും വിട്ടുപോയതോ ഏതെങ്കിലും എവിടെയെങ്കിലും ഒമിഷൻസുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യും. റീഅറസ്റ്റ് കഴിഞ്ഞാൽ അത് കൂടുതൽ പറയാൻ പറ്റും. നാളത്തെ കോടതിന്റെ റീഅറസ്റ്റിന്റെ പെർമിഷൻ അനുസരിച്ചിരിക്കും. ഇതിനകത്ത് ഈ ലോൺ ആപ്പുകാരുടെ ഒരു പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നാണ് ജസ്റ്റ് ഞാൻ ആ ഫയൽ നോക്കുമ്പോൾ അത് വരുന്നുണ്ട്. ചെക്ക് ചെയ്ത് വളരെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇപ്പൊ അതിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല. അന്വേഷിച്ചു ഇതിപ്പോ ഈ കേസ് ഗ്രൗണ്ട് ഓഫ് അറസ്റ്റിന്റെ പ്രശ്നത്തിൽ ഒരു ക്രൈംബ്രാഞ്ചിന് വീഴ്ച സംഭവിച്ചു എന്നാണ് ഒരു നാണക്കേട് ഉണ്ടാക്കി എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ആ ഒരു തുടക്കത്തിൽ തന്നെ ഒരു പുതിയ അന്വേഷണ സംഘത്തിൽ ഒരു കല്ലുകടി പോലെ